പ്രൈസ് ദി ലോർഡ്. എൻ്റെ 2 കൂട്ടുകാരുണ്ടായിരുന്നു. അവര് കൊറിയയിൽ യോങ്കിച്ചോവിന്റെ സഭ കാണാൻ വേണ്ടി പോയി. വിസായിക്ക് വന്നപ്പോ കൊറിയൻ എംബസിയിൽ, ലണ്ടനിലെ കൊറിയൻ എംബസിയിൽ ഒരു വിസായിക്ക് പോയപ്പോ എന്തിനു പോവാന്ന് വെച്ചപ്പോ യോങ്കിച്ചോവിന്റെ സഭയുണ്ട്, അത് കാണാൻ പോവാ. അപ്പൊ ഒരു മാർത്തോമക്കാരനും ഒരു പെന്തക്കോസ്തുകാരനുമായിരുന്നു പോയത്. അപ്പൊ ഇവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ലോർഡ്സ് പ്രയർ എന്ന് പറയാൻ പറഞ്ഞു. സ്വർഗസ്ഥനായ പിതാവേ. അപ്പം പെന്തക്കോസ്തുകാരനത് അറിയത്തില്ലായിരുന്നു. മാർത്തോമക്കാരൻ ചൊല്ലുകയും ചെയ്തു, അവന് വിസ കിട്ടി. അപ്പം അവിടെ ഇരുന്ന് കൊറിയക്കാരൻ പറഞ്ഞാൽ ആ സ്വർഗസ്ഥനായ പിതാവ് പോലും അറിയാൻ പറ്റാത്ത നീ എന്തോ സഭ കാണാൻ പോകാൻ, നീ പോകണ്ടെന്നോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് നമ്മൾ പലതിലും മിടുക്കന്മാരും കൂടിയവരും ഒക്കെയാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ചിലയിടത്ത് നമ്മൾ കുഴഞ്ഞു പോകും, ചില സ്ഥലത്ത് നമ്മൾ തോറ്റുപോകുമെന്ന് ഓർത്തോണം. അതുകൊണ്ട് ആരും അങ്ങനെ പാസ്സായവരും കൂടിയവരൊന്നും ആണെന്ന് കരുതിയിരിക്കാതെ ദൈവസന്നിധി താന്ന് കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്തുക്കളും പ്രഭുക്കന്മാരും ആരാധിക്കാൻ തക്ക യോഗ്യതയുള്ളവനാണ് യേശു കർത്താവ്. അതുകൊണ്ട് അവന്റെ യോഗ്യതയ്ക്ക് ഒരു കുറവുമില്ല. അവന്റെ യോഗ്യതയ്ക്ക് തക്കവണ്ണം ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൊരു മനുഷ്യൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അയാൾക്ക് ജീവിതത്തിൽ വലിയ നിരാശ ബാധിച്ചു. അവന് ജീവിതത്തിൽ എന്തോ അസുഖമാണ്, ശരീരത്തിൽ എന്തോ അസുഖമാണെന്ന് അവനങ്ങ് തോന്നി. അവന് ഓരോ ദിവസവും അവന്റെ നിരാശ കൂടിക്കൂടി വന്നു, ക്ഷീണം കൂടിക്കൂടി വന്നു. അവസാനം അവനൊരു ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ അവനെ പരിശോധിച്ചു, കാര്യമായ പരിശോധനകളെല്ലാം നടത്തിയിട്ട് അവസാനം ഡയഗ്നൈസ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യമായ ഒരു അസുഖവുമില്ല, ഒന്നും എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. എങ്കിൽ ആ മറുപടി ഇദ്ദേഹത്തെ സംതൃപ്തനാക്കിയില്ല എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ കുറിക്കുന്ന പേപ്പർ എടുത്ത് വെച്ചിട്ട് കുറിച്ചിട്ട് പറഞ്ഞു, ഏതൊക്കെയായാലും ശരി ഈ മരുന്നൊന്ന് പരീക്ഷിച്ചു നോക്ക്, എന്നിട്ട് എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഇദ്ദേഹം ഡോക്ടർക്ക് നന്ദി പറഞ്ഞു. ആ കുറിപ്പ് വാങ്ങി പോക്കറ്റിൽ വെച്ച് കാറ് കയറി വളരെ വേഗം സ്ഥലം വിട്ടു. പോകുന്ന വഴിയിൽ താനൊരു മെഡിക്കൽ ഷോപ്പിന്റെ വാതിക്കൽ കാറ് നിർത്തിയിട്ട് ഈ കുറിപ്പുണ്ട് ആ മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുന്ന് തരാൻ പറഞ്ഞു. അവർ ആ കുറിപ്പ് നോക്കിയിട്ട് പറഞ്ഞു, ഈ മരുന്ന് ഇവിടെ ഇല്ല, തിരിച്ചു കൊടുത്തു. ഇയാൾ അടുത്ത മെഡിക്കൽ ഷോപ്പിന്റെ വാതിക്കൽ കാറ് നിർത്തി, അവിടെയും ഈ കുറിപ്പ് കൊടുത്തു, അവിടെയും അത് തന്നെ ആവർത്തിച്ചു. 3ാമത്തെ മെഡിക്കൽ ഷോപ്പിന്റെ വാതിക്കൽ കാറ് നിർത്തി, ഈ കുറിപ്പ് കൊടുത്തു, അവർ പറഞ്ഞു ഈ മരുന്ന് ഇവിടെയും ഇല്ല. 4ാമത്തെ മെഡിക്കൽ ഷോപ്പിന്റെ വാതിക്കൽ കാറ് നിർത്തിയപ്പോൾ അയാൾ ഓർത്തു, ഇതുവരെ ഈ മരുന്നിന്റെ പേരെന്താ, ഈ മെഡിക്കൽ ഷോപ്പിൽ ഒന്നും സ്റ്റോക്കില്ലാത്ത മരുന്ന് എന്താണെന്നൊന്ന് വായിക്കാം എന്ന് കരുതി ഡോക്ടർ എഴുതിയ കുറിപ്പ് താൻ തുറന്നു വായിച്ചപ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നു, 23-ാം സങ്കീർത്തനം ദിവസം 3 നേരം വായിക്കുക. താൻ ഓഫീസിൽ വന്നു, ബൈബിൾ എടുത്തു, 23-ാം സങ്കീർത്തനം തുറന്നു. ഏതായാലും ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് കരുതി താൻ 23-ാം സങ്കീർത്തനം എടുത്ത് വായിക്കാൻ തുടങ്ങി. കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക് യാതൊന്നിലും കുറവുകൾ ഉണ്ടാവുകയില്ല എന്നിങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോ താൻ ഒരു പ്രാവശ്യം വായിച്ചു, ബൈബിൾ അടച്ചു വെച്ചപ്പോ അദ്ദേഹത്തിന് ഒന്നുകൂടി വായിക്കണമായി. ഒന്നും കൂടെ വായിച്ചു, പിന്നെ 2 പ്രാവശ്യം വായിച്ചു. എന്തോ ഒരു പുതുമ തനിക്ക് തോന്നി, എന്തോ ഒരു ശക്തി തനിക്ക് അനുഭവപ്പെട്ടു. 3 പ്രാവശ്യം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞെങ്കിലും അന്ന് താൻ അനേക പ്രാവശ്യം അതേ സങ്കീർത്തനം ആവർത്തിച്ചു വായിച്ചു. വൈകുന്നേരമായപ്പോൾ താൻ അത് മനഃപ്പാഠമാക്കി ഉരുവിടുവാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് തന്റെ സകല ക്ഷീണവും തന്റെ സകല രോഗവും തന്നെ വിട്ടു മാറി. താൻ പരിപൂർണ്ണ വിടുതലുള്ളവനായി തീർന്നു. പ്രൈസ് ഗോഡ്. അവിടെ കൊണ്ട് ആ കഥ നിൽക്കുന്നില്ല. അപ്പൊ അങ്ങനെ വിടുതലുള്ളവനായി തീർന്നപ്പോ അദ്ദേഹത്തിന് തോന്നി, ഈ സങ്കീർത്തനത്തിന് എന്താ പ്രത്യേകത. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു ആട്ടിടയൻ എഴുതിയ സങ്കീർത്തനമാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ തന്റെ ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്രമീകരിച്ചിട്ട് 1 വർഷത്തേക്ക് ദാവീദ് എന്ന ആട്ടിടയൻ ജീവിച്ചിരുന്ന പാലസ്തീനിലേക്ക് പോയി അവിടെ ഒരു ഇടയന്റെ ജോലി സമ്പാദിച്ച് 1 വർഷം ആടുകളെ മേയിച്ച് നടന്നു. 1 വർഷം ആടുകളെ മേയിച്ച് നടന്ന ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് 23-ാം സങ്കീർത്തനത്തെ പറ്റി താനൊരു പുസ്തകം എഴുതി. അദ്ദേഹം ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സങ്കീർത്തനത്തെ മനസ്സിലാക്കാൻ താൻ പരിശ്രമിച്ചു. ഞാൻ പറയുന്നതിന്റെ താല്പര്യം, താൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ എന്നെ വളരെയധികം സ്പർശിച്ചു. അതെല്ലാം ഒന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. 23-ാം സങ്കീർത്തനത്തിലെല്ലാം മണ്ഡലങ്ങളും പറയാനല്ല ഞാൻ താല്പര്യപ്പെടുന്നത്. എങ്കിലും അതിനകത്ത് ഒരു കാര്യം താൻ പറഞ്ഞത്, ആടുകളും ഇടയനുമായിട്ട് നല്ല ബന്ധമുണ്ട്. പ്രൈസ് ഗോഡ്. പാലസ്തീനിലെ ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്ത് ആടുകളെ കൂട്ടം കൂട്ടമായിട്ടാണ് കൊണ്ടുവരുന്നത്. 1000-ഉം 2000-ഉം ഒക്കെ ആടുകളെ ഒരാൾ മേയിച്ചുകൊണ്ട് പോവുകയാണ്.
പക്ഷെ ഈ 1000-ലധികം ആടുകളുണ്ടെങ്കിലും ഓരോ ആടിനെയും ഇടയന് പേഴ്സണലായിട്ട് അറിയാം. നമ്മൾ നോക്കുമ്പോൾ ആടെല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഓരോ ആടിന്റെയും സ്വഭാവങ്ങൾ ആ ഇടയനെ നന്നായിട്ട് അറിയാം. ഇദ്ദേഹം പറയുകയാണ്, ആ ആടിനെ നോക്ക്, അതിന്റെ കാലൊടിഞ്ഞതാണ്, 2 ആഴ്ച ഞാൻ അതിനെ തോളിലിട്ട് നടന്നതാണ്. ഈ ആടിനെ നോക്ക്, ഇതുണ്ടായ ഉടനെ ഇതിന്റെ തള്ള ചത്തുപോയതാണ്, ഞാൻ എന്റെ ഫീഡിംഗ് ബോട്ടിലിൽ പാല് കൊടുത്താണ് അതിനെ വളർത്തിയത്. അവന് ഓരോ ആടിന്റെയും സ്വഭാവങ്ങൾ അറിയുന്ന ഇടയന് അത് തന്നെയല്ല, ഓരോ ആടിന്റെയും പേരറിയാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, തന്റെ ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. ഇന്ന് പകൽ നിന്റെ പേരറിയാവുന്ന ഒരു ഇടയൻ ഇതിനകത്തുണ്ട്. നിന്റെ ജീവിതത്തെ അറിയാവുന്ന ഒരു ഇടയൻ ഇതിനകത്തുണ്ട്. നിന്റെ ജീവിതത്തെ അറിയാവുന്ന ഒരു ഇടയൻ ഇതിനകത്തുണ്ട്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞവൻ. യിരെമ്യാവിനോട് പറഞ്ഞു, മാതാവിന്റെ ഉദരത്തിൽ വെച്ച് നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു. നീ ജനിച്ചതിന് ശേഷം നിന്റെ അപ്പനിട്ട പേരല്ല, നിന്റെ അമ്മയിട്ട പേരല്ല, നീ മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ, ലോകത്തെ ഒരു കണ്ണ് നിന്നെ കാണുന്നതിന് മുമ്പ് നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിനക്ക് അസ്ഥികൂടത്തെ മെനഞ്ഞവൻ ഇന്ന് പകൽ നിന്റെ പേര് ചൊല്ലി നിന്നെ വിളിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, ഈ ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കും. Praise the Lord. നിന്റെ പേര് ചൊല്ലി വിളിക്കും. ദൈവം എവിടെ ആരെ വിളിച്ചിട്ടുണ്ടോ അവരെയൊക്കെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരിക്ക് ഒരു ദർശനം ഉണ്ടായിക്കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ദർശനം കിട്ടി. ഞാൻ ചോദിച്ചു, എങ്ങനെയായിരുന്നു അത്? അപ്പൊ പറഞ്ഞു, പേര് വിളിച്ചോ? അപ്പൊ അവര് പേരൊന്നും വിളിച്ചില്ല. ഈ ദർശനത്തിൽ നിന്റെ പേര് നീ കേട്ടില്ല. പിന്നെ എങ്ങനെയാ കേട്ടതാ? അതൊരു ശബ്ദം കേട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ദർശനം. എന്താ ശബ്ദം കേട്ടെ? എന്നൊരു ശബ്ദം കേട്ടെ. ഞാൻ പറഞ്ഞത് പണ്ട് ഹൗവ കേട്ട ശബ്ദമാ, പാമ്പിന്റെ ശബ്ദമാ. എന്ന് വിളിക്കുന്നത് പാമ്പാണ്. ദൈവം വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കുന്ന ശീമോനെ, ശീമോനെ, അബ്രഹാമേ, ശാമുവേലേ, ദൈവം പേരാണ് വിളിക്കുന്നത്. ഇന്ന് പകൽ നിന്റെ പേരിനെ ദൈവം മാനിക്കുന്നുണ്ട്. നിന്റെ പേര് ചൊല്ലി ദൈവം വിളിക്കുകയാണ്. നിന്റെ പേര് ചൊല്ലി ദൈവം വിളിക്കുകയാണ്. നിന്നെ അറിയുന്ന ഒരു ദൈവം. ആരെങ്കിലും പറഞ്ഞിട്ട്, എന്നെ അറിയുന്ന ദൈവം, നിന്നെ അറിയുന്നൊരു ദൈവം, വളരെ പേഴ്സണലായിട്ട് നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. പാലസ്തീനിലെ ആടുകളെ മേയ്ക്കുമ്പോൾ ഈ ആട്ടിൻ തൊഴുത്തിൻ വാതിൽ എന്ന് നമ്മൾ കാണുമ്പോൾ, എന്റെ ചെറുപ്പത്തിൽ എന്റെ വീട്ടിലൊക്കെ ആടുണ്ടായിരുന്നു. അപ്പൊ തൊഴുത്തെന്നൊക്കെ പറയുമ്പോൾ ഈ 2 കമ്പെല്ലാം വെച്ച് പനയോലൊക്കെ ഇട്ട് ഒരു സെറ്റപ്പാണ്. അപ്പൊ അതിനകത്തൊരു പലകയൊക്കെ ഇട്ട് ഒരു ചെറിയ ആട്ടിൻ തൊഴുത്തും വാതിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഏക്കർ കണക്കിന് സ്ഥലമാണ്, ഏക്കർ കണക്കിന് വലിയ വളപ്പ്. അത് കല്ല് വെച്ച് അടുക്കി കയ്യാല മതിലുണ്ടാക്കും. കല്ല് വെച്ച് മതിലുണ്ടാക്കി വലിയ വിശാലമായ സ്ഥലം വളച്ച് തിരിക്കുകയാണ്. അതിനകത്ത് 1000-കണക്കിന് ആടുകൾക്ക് കയറി കിടക്കാം. ഈ വലിയ പൊക്കത്തിലുള്ള ഈ മതിലിന് ഒരു ദ്വാരം കാണും. ഒരു കല്ല് ഇളക്കിയ പോലെ ഒരു ദ്വാരം കാണും. ആ ദ്വാരത്തിൽ കൂടെയാണ് ആടുകളെ അകത്തോട്ട് കയറ്റിവിടുന്നത്. വേറെ വാതിലില്ല. അതായി ആട്ടിൻതൊഴുത്തും വാതില്. ആടുകൾ മുഴുവൻ അകത്ത് കയറി കഴിയുമ്പോൾ, പാലസ്തീനിൽ ആടുകളെ പിടിക്കാൻ ക്രൂര മൃഗങ്ങളുണ്ട്. ചെന്നായുണ്ട്, സിംഹമുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, ഹയന ഉണ്ട്. ഇതൊക്കെ അതുവഴി വന്നിട്ട് ഈ മൃഗങ്ങളെ പിടിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ആടുകൾ മുഴുവൻ അകത്ത് കയറി കഴിയുമ്പോൾ ഈ ഇടയൻ വന്നിട്ട് ഈ ആടുകൾ കയറിപ്പോയ ദ്വാരത്തെ അടഞ്ഞങ്ങോട്ട് കിടക്കും. എന്ന് പറഞ്ഞാല് ഇടയൻ ഈ ആട്ടിൻ തൊഴുത്തിൻ ഈ വലിയ മതിലിന്റെ ദ്വാരത്തെ അടച്ചാണ് ഇടയൻ കിടക്കുന്ന. ഒരു പുള്ളിപ്പുലി വന്നാൽ ഈ ആടിന്റെ ഒരു രോമത്തെ തുടരണമെങ്കിൽ ഇടയനെ ചീന്താതെ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഇന്ന് പകൽ നിന്റെ വാതിൽ യേശുവാണെങ്കിൽ നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് അരുളി ചെയ്തവൻ നിനക്ക് വാതിലായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവിക സംരക്ഷണത്തെ ഓർത്ത് നീ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഞാൻ ആടുകളുടെ, I am the door. യേശു പറഞ്ഞു, ഞാനാണ് ആ വാതിൽ. അവൻ ആ യേശുവിനെ തൊടാതെ നിന്നെ തൊടുവാൻ കഴിയത്തില്ല. അവൻ രാവിലെ നേരം വെളുക്കുമ്പോൾ ഒരു 5 ഇടയന്മാരുടെ, 6 ഇടയന്മാരുടെ, 7 ഇടയന്മാരുടെ ഒക്കെ ആടുകളെ ഒരുമിച്ച് ഒരൊറ്റ വളപ്പിലോട്ട് കെട്ടിവിടുക. രാവിലെ ഇപ്പോ ഒരു ഇടയൻ 836 ആടാ ഉള്ളതെങ്കിൽ ആ ഇടയൻ അവിടെ വന്നു നിന്ന് തന്റേതായ ഒരു അടയാള ശബ്ദമുണ്ട്. ആ തന്റേതായ അടയാള ശബ്ദം കേൾപ്പിച്ചു കഴിയുമ്പോൾ കൃത്യം ഈ ഇടയന് 836 ആടുണ്ടെങ്കിൽ ആ 836 ആട് മാത്രം അവന്റെ പുറകെ അങ്ങോട്ട് പോകും.
അവിടെ ആരും എണ്ണാനും നിൽക്കണ്ട, തിരിയാനും നിൽക്കണ്ട. അടുത്ത ഇടയൻ വന്ന് അവന്റെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ അവന്റെ ആടുകൾ മാത്രം അവനെ അനുഗമിക്കും. അതിനുശേഷം അടുത്ത ഇടയൻ വന്ന് അവന്റെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ അവന്റെ ആടുകൾ മാത്രം അവനെ അനുഗമിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എനിക്കുള്ളവ എന്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഇന്ന് മുതൽ യേശുവിന്റെ ശബ്ദം തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് മുതൽ യേശുവിന്റെ ശബ്ദം തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? എനിക്കുള്ളവ എന്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഇന്ന് മുതൽ ലോകത്തിന്റെ ശബ്ദമല്ല, യേശുവിന്റെ ശബ്ദം നീ തിരിച്ചറിയണം. നിന്റെ ഇടയൻ യേശു കർത്താവ് ഇന്ന് പകൽ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ.